നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് അർഷദ് എം എസ് ആണ്. നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വൈറലായി നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ് ദീപക് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം. ഇപ്പോൾ ഷിംജിത എന്ന യൂട്യൂബർ വ്യക്തി അറസ്റ്റിലായിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട 10 വർഷം അവർ തടവിൽ കിടക്കുമെന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കമന്റുകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 10 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണോ ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം? ഫസ്റ്റ് തന്നെ ഇതിൽ എഫ്ഐആറിൽ ഇട്ടിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 108 BNS ആണ്. അതായത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഓർ ഫൈൻ, ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇത് കേസിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരുന്നതനുസരിച്ചും പിന്നീടുള്ള മൊഴികളനുസരിച്ചും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ശിക്ഷയിലേക്ക് പോകുന്നത്. നമുക്ക് ഇപ്പോഴേ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല 10 വർഷം വരെ ശിക്ഷ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത്ര വർഷം വരെ ശിക്ഷ കിട്ടുമെന്നോ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്തായാലും പ്രൊസീജിയർ കഴിഞ്ഞു, ആൾ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് 14 ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്യുമെന്നാണ് അറിഞ്ഞത്. അപ്പം ഇതിലെന്തായാലും അവർ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമായിരിക്കും മേ ബി. അപ്പോൾ അതിൽ മേ ബി 14 ദിവസത്തിന് മുമ്പായിട്ടും മേ ബി ബെയിൽ കിട്ടിയേക്കാം, അല്ലെങ്കിൽ വീണ്ടും ഒരു നെക്സ്റ്റ് ഒരു 14 days കൂടി മജിസ്ട്രേറ്റ് റിമാൻഡിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ കുറ്റം തെളിയിക്കപ്പെട്ടാൽ, അപ്പോൾ തെളിയിക്കുമോ എന്നുള്ള കാര്യം അടുത്തതാണ്, എന്നാലും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്? അതാണ് ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ ഇട്ടേക്കുന്നത് സെക്ഷൻ 108 BNS ആണ്. ഇതിൽ ഈ ഒരു സെക്ഷനാണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. കാരണം ഇതൊരു അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് എന്നാണ് സെക്ഷൻ 108 BNS വരുന്നത്. അതായത് ഇത് പോലീസ് ഈ സംഭവം വരുന്നതിന് മുമ്പ് തന്നെ ഷിംജിത കാരണമാണോ ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് പോലീസ് അതുവരെ അന്വേഷിക്കാൻ നിന്നാണ്. പിന്നീടാണ് അവരുടെ വീട്ടുകാരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തും എനിക്ക് തോന്നുന്നു അവരുടെ വീഡിയോസിലെ എവിഡൻസ് വെച്ചിട്ടുമാണ് അവർ അങ്ങനെ ഒരു സെക്ഷനിലിട്ട് ഇവരെ അന്വേഷിച്ചത്. കാരണം നമുക്ക് ഈ പറഞ്ഞ പ്രതിയും ഈ സൂയിസൈഡ് ചെയ്ത അദ്ദേഹവും തമ്മിലുള്ള ഒരു ലിങ്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കാരണമാണ്. അത് എന്തായാലും അയാളുടെ ഒരു ക്യാരക്ടറിന് അസാസിനേഷൻ ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് അദ്ദേഹം നമുക്ക് ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്. എന്തായാലും ഈ ഒരു ഇതിലേക്ക് കാരണം ഈ ഷിംജിതായതുകൊണ്ട് പോലീസ് അവരെ അന്വേഷിച്ചു, ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. അതെ. അപ്പോൾ ഈ കേസ് FIR പരിശോധിക്കുകയാണെങ്കിൽ 108-ാം വകുപ്പ് മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്, അതായത് ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രം. പക്ഷേ സോഷ്യൽ മീഡിയ വഴിയുള്ള വീഡിയോ പ്രചരണം, എനിക്കതിൻ്റെ നിയമവശങ്ങൾ വ്യക്തമല്ല, ഒരു IT ആക്ട് പ്രകാരമുള്ള കേസും ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു സ്വാഭാവികമായ സംശയം എനിക്കുണ്ട്. ഇതിൽ സെക്ഷൻ 67 ഒരു IT ആക്ട് ഉണ്ട്, പക്ഷെ അതിൽ ഇത് എത്രത്തോളം അതിനെ അട്രാക്ട് ചെയ്യുമെന്നുള്ളത് വെച്ചിട്ടാണ് പോലീസ് നോക്കുന്നത്. വേണമെങ്കിൽ ഇനിയും സെക്ഷൻ ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു FIR ഇട്ടുകൊണ്ട് മാത്രം നമുക്ക് ഇതിലെ എങ്ങനെ പോകും, ഇതിൻ്റെ എവിഡൻസും കാര്യങ്ങളും എങ്ങനെയാണ് അവർക്ക് അവസാനം ഒരു ശിക്ഷ വരുന്നത്, അങ്ങനെ ഒന്നും നമുക്ക് ഇപ്പോഴും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിലെന്തായാലും പോലീസ് കൊടുക്കുന്ന ഫൈനൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചാർജ് ഫ്രെയിം ചെയ്ത് ട്രയൽ നടത്തിയാണ് ഇതിലെ ഒഫൻസ് ഇതിൻ്റെ പണിഷ്മെൻറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഫൈനൽ റിപ്പോർട്ടിലേക്ക് എത്തുന്നത് ഇവർ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, എനിക്ക് തോന്നുന്നു ഇനി കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കും, എനിക്ക് ബസ് കണ്ടക്ടറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും, പിന്നീട് അവരുടെ ആ വീഡിയോ, ആ മൊബൈലിൽ എടുത്തിരിക്കുന്ന വീഡിയോ. അപ്പോൾ അവർ എടുത്തിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റഡ് വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത് എഡിറ്റഡ് വീഡിയോ, അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഉണ്ട്. അതായത് ആ മൊബൈലിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒറിജിനൽ വീഡിയോ ആണ് യഥാർത്ഥ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോസും അവർ ക്യാപ്ചർ ചെയ്യും. എനിക്കൊന്ന് അവർ ഡിലീറ്റ് ചെയ്ത് കാണും മേ ബി. അത് അവർ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി മാക്സിമം എനിക്കൊന്ന് സൈബർ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഒരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് വന്നു. ഫൈനൽ റിപ്പോർട്ട് എന്തായാലും ഒരു 60 daysനുള്ളിൽ എന്തായാലും ഫയൽ ചെയ്തിരിക്കില്ല. അതെ. അപ്പോൾ ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം പ്രൂവ് ചെയ്യാൻ എത്രത്തോളം എളുപ്പമാണ്? ഇപ്പോൾ നമ്മൾ ഈ പറയില്ലേ, ഗൂഢാലോചന കുറ്റം നമുക്ക് തെളിയിക്കാൻ വളരെ പാടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ആത്മഹത്യാ പ്രേരണാ കുറ്റം തെളിയിക്കാനും എങ്ങനെയാണ് സാധിക്കുക? ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളാണോ ഇതിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ലൂപ്പ് ഹോൾ അല്ലേ? ഇതിനകത്ത് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഈ January 17 ഈ ദീപകിൻ്റെ ജന്മദിനമാണ്. അന്നാണ് ഈ ഒരു ഇഷ്യൂ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ പിറ്റേന്നാണ് ഈ ഒരു ആത്മഹത്യ. അപ്പം ഇദ്ദേഹത്തിന് അവരുടെ മുമ്പ് ചുറ്റുപാടുമുള്ള അയൽവാസികളും ജോലിയിലുള്ള ആൾക്കാരും എല്ലാം പറഞ്ഞത് അദ്ദേഹം മുമ്പ് ഒരു പ്രശ്നത്തിലും ഒരു കുഴപ്പം ഉണ്ടായിരുന്ന ആളല്ല എന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവം അപ്ലോഡ് ചെയ്തു,
അന്ന് രാത്രി അദ്ദേഹത്തിന് ചെയ്യാത്ത തെറ്റിനുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരു ഇതാണ്, എത്ര പൈസ കിട്ടിയാലും എത്ര നല്ല ജോലി ഉണ്ടെങ്കിലും ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് മനസ്സിലിട്ടുകൊണ്ട് അദ്ദേഹം അന്ന് രാത്രി കഴിഞ്ഞു. അതിൻ്റെ ഒരു കുറ്റബോധത്താലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഷമത്താലായിരിക്കാം, മാനസികമായിട്ട് കുറേ തളർന്നതിൻ്റെ ഇതായിട്ടായിരിക്കാം അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ഈ മുമ്പിട്ട വീഡിയോ എന്നെ ലിങ്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പ്രതി ചെയ്തിരിക്കുന്ന കാര്യം ഈ സൂയിസൈഡ് ചെയ്ത ആളും തമ്മിൽ ഒരു പ്രോക്സിമിറ്റി ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഇവിടെ വന്നത് ഈ ഷിംജിത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ പ്രകാരമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. വിസ്മയ ആത്മഹത്യ ചെയ്തു. അപ്പം അതിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ആണെന്നുള്ളതിൻ്റെ കാരണക്കാരനാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റിയില്ലേ. അതുപ്രകാരം ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. ഇന്ന കാരണം കൊണ്ടാണ് ആ ഒരു സംഭവം എന്നുള്ളത് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു തെളിവാണ്. അതെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇപ്പോൾ ഞാനും അർഷിദും നേരത്തെ പേഴ്സണലി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇതിലെന്തോ കൃത്യമായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്ത് കുറേ പേർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 1000 പെൺകുട്ടികൾ ആക്രമണത്തിന് ഇരയായാലും കുഴപ്പമില്ല, ഒരു പുരുഷൻ പോലും വേട്ടയാടപ്പെടരുത് എന്നുള്ളൊരു കൃത്യമായ ഒരു അജണ്ട അതിൽ സെറ്റ് ചെയ്യുന്നതായി എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനകത്ത് പുരുഷന്മാരെന്നുള്ള സ്ത്രീകളെന്നുള്ള വിട്ടേക്ക്, അതിനകത്ത് ഏതൊരു മനുഷ്യനാണെങ്കിലും ചെയ്യാത്തൊരു തെറ്റിന് അത് നമ്മളെന്തായാലും ആ ഒരു കാര്യത്തിൽ നമുക്ക് കൂടെ നിന്നേ പറ്റുള്ളൂ. ചെയ്യാത്തൊരു തെറ്റിന് അദ്ദേഹത്തെ വിമർശിക്കാൻ നമുക്ക് ഒരു രീതിയിലും നമുക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല. ഇതിനകത്ത് തന്നെ ഞാൻ പറയാം, ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും പോലും എനിക്ക് തോന്നി ഇനി മുമ്പോട്ടേക്ക് വരില്ല. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട്, ഞാൻ മുൻപ് പല ചർച്ചകളിലും പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം മോശമായി സ്പർശിക്കുന്നതായിട്ട് തന്നെയാണ് തോന്നിയത്. ബട്ട് ഹി ഡസൻറ്റ് ഡിസേർവ് ടു ഡൈ. ലൈക്ക് ഒരു മരണത്തോളം അർഹിക്കുന്ന ഒരു ശിക്ഷ, അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും അയാൾ മരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. അയാൾ മരിക്കാൻ വേണ്ടി അർഹനൊന്നും ആയിരുന്നില്ല, പക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി പേഴ്സ്പെക്റ്റീവ് ആയിരിക്കാം. കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും എങ്ങനെ ഒരു സ്പർശനം വന്നു എന്നുള്ളത് മനസ്സിലാവും. ഇതിനകത്ത് ആ വീഡിയോയിൽ നമ്മൾ കാണുന്ന ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അതായത് മേ ബി നല്ല തിരക്കുള്ള ഒരു ബസ്സിൽ അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ഒരു ട്രെയിനിൽ നമ്മളെല്ലാവരും കയറുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മനുഷ്യന്മാർ തമ്മിൽ ചേർന്ന് നിൽക്കേണ്ടി വരും. അപ്പം അതിനകത്ത് ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും മുട്ടിയിട്ടുണ്ടാവാം. മേ ബി അത് വെച്ചിട്ട് ഇന്നയാൾ മുട്ടി എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ തന്നെ കാണിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് ആ സെക്കൻഡ് അവർ കാണിക്കുന്ന വീഡിയോയ്ക്കകത്ത് ഇവർ ചെന്ന് നിന്നിട്ട് വീണ്ടും ചെന്ന് നിൽക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എടുക്കട്ടെ, ഈ സംഭവം എടുക്കട്ടെ എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം ചെയ്തതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് യഥാർത്ഥ സംഭവങ്ങൾ വരെയും പലർക്കും ഇത് കാരണം പ്രതികരിക്കാൻ മടിയായിട്ട് വരും. സപ്പോസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ ഈ ഷിംജിത എനിക്ക് തോന്നുന്നു അത്യാവശ്യം വ്ളോഗൊക്കെ ചെയ്യുന്ന അത്യാവശ്യം ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ്. അവർക്ക് അവിടെ പറയാം, എക്സ്ക്യൂസ് മീ ഒന്ന് മാറിയെങ്കിൽ, അല്ലെങ്കിൽ ചേട്ടൻ ഒന്ന് മാറിയെങ്കിൽ എന്നുള്ള രീതിയിൽ പറയാം. എന്തുകൊണ്ട് അന്നേരം പ്രതികരിക്കാതെ ഇനി അവർക്ക് അയാൾക്കെതിരെ ഒരു കേസ് കൊടുക്കണമെങ്കിൽ ഒരു സിമ്പിൾ ഒരു പേപ്പറിൽ പോലും ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. പോട്ടെ, ഒരു മെയിലെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാം. ഒരു കാര്യം പോലും ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ മാത്രം വൈറലാവാൻ വേണ്ടിയിട്ട് കുറേ സ്ത്രീകൾ, എല്ലാവരും ഞാൻ പറയത്തില്ല, ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. നമുക്ക് പലതിലും ഇൻസ്റ്റാഗ്രാം കാണുന്നതിനകത്ത് ഇതിനെതിരെ പ്രതികരിച്ചുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഇത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും അങ്ങ് പുരുഷന്മാർക്കെതിരെ എന്നും പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പ്രതികരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. ഒരുപാട് ആൾക്കാർ പല സംഭവങ്ങളും എന്താ പറയുക, ഫാമിലി ലൈഫ് ആണെങ്കിലും വ്ളോഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഇട്ട് പലരെയും ഒരു വ്യക്തിഹത്യ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് അവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്ത് ഒരാളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഒരുപാട് ഫാമിലി ഇഷ്യൂസിൽ വരെയും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് പല വീഡിയോസും കാര്യങ്ങളും ഇടുന്നതായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കും. നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള ആശയങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യാം. ഇത് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന
ഒരു സോഷ്യൽ മീഡിയ വ്ളോഗിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അതെ, ഇപ്പോൾ അർഷിദ് ഉന്നയിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടൊരു കേസ് കൊടുത്തില്ല എന്നുള്ളത്. ഇപ്പൊ അർഷിദ് ഒരു അഡ്വക്കേറ്റ് ആണ്, അപ്പോൾ അറിയാം ഇതിന് പുറകെ ഉള്ള നൂലാമാലകളെ പറ്റി അറിയാം. ഇപ്പോൾ ഷിംജിതയുടെ ഒരു അതിനുശേഷമുള്ള ഒരു എക്സ്പ്ലനേറ്ററി വീഡിയോ ഞാൻ ഇന്നാണ് കണ്ടത്. അവർ വ്യക്തമായി പറയുന്നുണ്ട്, 3-4 തവണ ഇങ്ങനെ വന്നിരുന്നു, ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് പോലും അയാൾ അത് നിർത്തിയില്ല, അങ്ങനെയാണ് അവസാനം വീഡിയോ ചിത്രീകരിച്ചതെന്നൊക്കെ. അതൊക്കെ അതിന്റെ മെറിറ്റൊക്കെ നിൽക്കട്ടെ, അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. നമുക്ക് ഒരു തെളിവില്ലാത്ത പല കാര്യങ്ങളും 354 പഴയ പീസ് 354 പ്രകാരമൊക്കെ എത്രയോ കേസുകളിട്ട് എല്ലാത്തിലും വീഡിയോ എടുത്ത് വെച്ചിട്ടൊന്നും അല്ല കോടതി കേസുകൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ കേസുകൾ പറയുമ്പോൾ നിങ്ങളുടെ പക്കൽ തെളിവുണ്ടോ എന്ന് സ്ത്രീകളോട് ചോദിച്ചത് സമൂഹം തന്നെയാണ്. ഇത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ സ്ത്രീയെ പ്രേരിപ്പിച്ചത് സമൂഹം തന്നെയാണ്. സമൂഹത്തിലേക്ക് ഈ വീഡിയോ ഇറക്കിയിട്ടുണ്ടെന്ന് എന്ത് ഇത്ര നിർബന്ധം? അവിടെ വെച്ച് തീർക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ബസ്സുകളിൽ ഇത്തരത്തിലുള്ള ബസ്സുകളിലും തിരക്കുള്ള ട്രെയിനുകളിലും എല്ലാം ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കുറയാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉള്ള വീഡിയോയിലെല്ലാം ഇതെല്ലാം ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ വന്നാൽ നാണം കെടും എന്നുള്ള ഭയം കൊണ്ട് ആൾക്കാർ ചെയ്യാതിരിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു സംഭവം നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞ് തീർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കേസായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ പോലീസ് സ്റ്റേഷനും കോടതിയും കാര്യങ്ങളും അതിനല്ലേ. അവിടെ പോയാൽ ഒരു പരാതി കൊടുക്കുക, അത് വെച്ച് അന്വേഷണം. ഈ മൊബൈൽ വരുന്നതിന് മുമ്പ് എന്തുമാത്രം കേസുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ രീതിയിൽ പോകാമല്ല. അല്ല ഇപ്പോൾ ഒരു രീതിയായി മാറിയൊക്കെ ഒരു ചെറിയ കാര്യം ഒന്ന് സോഷ്യൽ മീഡിയ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് വ്ളോഗ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താ 4 ആളെ കാണിച്ച് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഇടാൻ തുടങ്ങി. ശരി, നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അതിനകത്ത് യഥാർത്ഥ പ്രശ്നങ്ങളുള്ള വീഡിയോസ് നമുക്ക് എന്തായാലും മനുഷ്യന്മാർ ഒരു ബോധമുള്ള ആൾക്കാരാണ്. ഒരാളെ എങ്ങനെ ടച്ച് ചെയ്യുന്നുള്ള നമുക്കൊരു വീഡിയോ ഉണ്ട് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 95% ആൾക്കാരും ഇതിനെ എതിർക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ആവശ്യമാണ് മെൻസ് കമ്മീഷൻ വേണം എന്നുള്ളത്. മെൻസ് കമ്മീഷന്റെ ആവശ്യകത എത്രത്തോളമാണ്? ഇതിനകത്ത് ഈ വുമൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്തിനാണ് കൊണ്ടുവന്നത്? സ്ത്രീകളുടെ അവർക്ക് വേണ്ട അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും പിന്നെ അവർക്ക് എതിരെ വരുന്ന പല കാര്യങ്ങളെയും മുമ്പോട്ട് കൊണ്ടുവരാനും അതിനെ പ്രതികരിക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, പല ഫാമിലി ഇഷ്യൂസിൽ ഇല്ലാത്ത ഫേക്ക് കേസുകളും അലിഗേഷൻസും ഹസ്ബൻഡിനെതിരെ എത്രയോ ഭാര്യമാർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഹസ്ബൻഡിൻ്റെ ഭാഗത്താണ് ന്യായം തെളിഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് അദ്ദേഹത്തിന് അതിനെതിരെ പ്രതികരിക്കാൻ വേറെ ഒരു ഇതുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എനിക്ക് തോന്നുന്നു പാർലമെന്റിൽ എന്തോ രാജ്യസഭയിലാണ് ഒരു ബില്ല് അവതരിപ്പിച്ചു. ഈ ഡിസംബറിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു ഒരു MP, മെൻസ് കമ്മീഷൻ വേണമെന്നും പറഞ്ഞിട്ട്. ഇത് നിലവിൽ വരണമെന്നാണ് ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേക്ക് കേസായിട്ട് കൊടുക്കുന്ന ഫാമിലി കേസിലാണെങ്കിലും മറ്റേ റേപ്പ് കേസിലാണെങ്കിലും ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത വ്ളോഗുകളാണെങ്കിലും ഇത് പുരുഷന്മാരുടെ ഭാഗത്ത് ഒരു ന്യായം വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടെ നിൽക്കാൻ, അവർക്ക് ഇതൊന്ന് ഓപ്പണായിട്ട് പോയി പ്രതികരിക്കാനുള്ള പ്ലാറ്റ്ഫോം ഈ ഒരു മെൻസ് കമ്മീഷനോടുകൂടി വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് ആരും നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ പ്രതിരോധിക്കാനോ അവരെ അടിച്ചു താഴ്ത്താനോ വേണ്ടിയിട്ടല്ല. ഒരു ഈക്വൽ റൈറ്റ് ഒരു വുമൻസിനാണെങ്കിലും മെൻസിനാണെങ്കിലും ഒരു ഈക്വൽ റൈറ്റിന് വേണ്ടിയിട്ടാണ് ഒരു മെൻസ് കമ്മീഷൻ കൊണ്ടുവരേണ്ടത്. അല്ലാതെ അത് തന്നെ നമുക്ക് മെൻസ് ആയാലും വുമൻസ് ആയാലും അവർക്ക് ആരെ നമ്മൾ വ്യക്തിഹത്യ ചെയ്യുന്നോ അല്ലെങ്കിൽ ആർക്കെതിരെ ഒരു ഫേക്ക് കേസ് ഉണ്ടാക്കുന്നോ അവർക്കെതിരെ പ്രതിരോധിക്കാൻ ഈ ഒരു കമ്മീഷനുകൾ ഒരുപാട് ഗുണം ചെയ്യും. അതെ, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് തന്നെ ഒരു യൂണിയൻ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പറഞ്ഞിട്ട് പുരുഷന്മാർക്ക് മാത്രം പലയിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബസ്സിലാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്കിറ്റും കാര്യങ്ങളും സംവരണമുണ്ട്. പറഞ്ഞതുപോലെ പല രീതിയിലും തഴയപ്പെടുന്നു എന്നുള്ള രീതി ഇപ്പോഴത്തെ ഒരു കാലത്തിലേക്ക് വരുമ്പോൾ തുല്യത വേണമെന്ന് എല്ലാവരും പറയുമ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നാണ് ബസ്സിലെ സീറ്റ് സംവരണമൊക്കെ ഉണ്ടായിരുന്ന റീസൺസ് ഒക്കെ നമുക്കറിയാം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് കൃത്യമായി ഇടപെട്ടു. ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡിലാണ്. എന്തുതന്നെയായാലും നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, കേസ് കൃത്യമായി അന്വേഷിക്കപ്പെടട്ടെ. ഷിംജിത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ്. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.